2 സാമ്പിൾ പോയില്ലെന്ന് മത്തായി പറഞ്ഞില്ലേ? എന്നീ വിശ്രന്ത ഭാഗങ്ങൾ വർത്തമാനകാലത്തെ വൈകൃതികളും സാമ്യം തുല്യം ചെയ്ത് നേരിന്റെ വഴി കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യയിൽ അരങ്ങേറാൻ പോകുന്നത്. ഏവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഊരിയുടെ ഭാര്യ ബത്സേബ. അവളെ ഇവിടെ കൊണ്ടുവരൂ. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. വ്യഭിചാരം ചെയ്യരുത്. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. വ്യഭിചാരം ചെയ്യരുത്. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. വ്യഭിചാരം ചെയ്യരുത്. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. ഈ കാണുന്ന വലിയ ബോക്സിനുള്ളിൽ കൂടുതൽ കപ്പറോടെ ഭർത്താക്കവർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ചിട്ട് ഒരു കപ്പ് എന്ന് എടുക്കണം. ആ കപ്പാറേതാണോ അവനെ നിന്റെ സഹോദരൻ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയെ നീ പ്രാപിക്കരുത്. പാപം നിഷിദ്ധം, പാപം നിഷിദ്ധം, പാപം നിഷിദ്ധം. ഇഷ്ടമുള്ള ചെയ്തുകൊള്ള ഈ വർഷം മാത്രം ഒന്നും ചെയ്യരുത്. നിങ്ങളെ യാചിക്കുന്നു. വരിക, സമുദ്രകന്മേൽ ഉറപ്പിച്ചുള്ള മഹാശിക്ഷാവിധി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ നിർവൃത്തിയുടെ കീഴിൽ ഭൂവാസികളെല്ലാം ഉന്മത്തരായി. വൈശാഖ്യവും തിന്മയും പ്രേക്ഷിതങ്ങളും നിറഞ്ഞ ഒരു പൊൻശേഷകം അവരുടെ കയ്യിലുണ്ടായിരുന്നു. തെളിവെടുപ്പിലായ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അറസ്റ്റുമായി ബന്ധപ്പെട്ട ലൈവാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീധന വേണ്ടിയിട്ടുള്ള തുക ലഭിച്ചില്ലെന്ന പേര് ഭാര്യയെ വിഷസർപ്പത്തെ കൊണ്ട് കുത്തിച്ചു കൊന്നു. സ്ത്രീകളെ നഗ്നരാക്കി മാനഭംഗപ്പെടുത്തി കൊല ചെയ്യുന്നു.
പുരുഷൻ പുരുഷനോട് ചേർന്നു. സോദോം ഗമോറ, സോദോം ഗമോറ. പ്രളയം, പ്രളയം, തീയും ഗന്ധവും, തീയും ഗന്ധവും, അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നു. സർവത്ര നാശം, സർവത്ര നാശം. ഒരു പേടകവുമില്ല. നശിക്കും, നിങ്ങൾ നശിക്കും. ഞാനാണ് അധികാരി, ഞാൻ തന്നെയാണ് അധികാരി. എനിക്ക് ഡ്രഗ്സ് വേണം, ഇല്ലെങ്കിൽ ആ ചങ്കോട്ടി ചാവും. പണം വേണം, പണം. പണം വേണം, പണം, പണം, പണം. പോലെ നീ നിനക്കരുത്. നാട്ടിൽ ഓരോരോ പേരുടെ കല്യാണമാണ്. അപ്പനാണ് നോക്കണം, കൊന്നിനാണ്. മോനെ, പപ്പയോടാണ് ഇതിനൊക്കെ സംസാരിക്കാൻ. പപ്പ എത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് പൈസ കൊണ്ടുവരുന്നത്. 10 മാസം മുൻപ് പറ്റ അവന്റെ അമ്മയുടെ അടിവയറ്റിൽ അവൻ ചവിട്ടി. ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ. ആർക്കും ആരെയും വിശ്വസിക്കാൻ പാടില്ല. വ്യക്തികളെതിരെ അവർ ആരാധിക്കുന്നു. മോശ ദൈവം തന്റെ കൈപ്പടികളെഴുതിയ 10 കൽപ്പനകൾ അവൻ നശിപ്പിച്ചു കളഞ്ഞു. ഞങ്ങൾ ജയിച്ചു, ജയിച്ചു, ഞങ്ങൾ ജയിച്ചു. ആനന്ദമേ ദിവ്യകൂദാശയായെന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി നിന്റേതായി മാറ്റൂ. സ്നേഹമായി, കാരുണ്യമായി, ക്ഷമയായി, ത്യാഗമായി ഈ ദിവ്യകാരുണ്യമുള്ളിടത്തോളം കാലം പൈശാചികശക്തിയുടെ ഊരും താണ്ഡവം തുടരില്ല. കാൽവരിയിൽ ഉരുത്തപ്പെട്ട മരക്കുരിശ്, മരുഭൂമിയിൽ ഉരുത്തപ്പെട്ട വിജയസർപ്പം, അൽത്താരയിൽ ഉരുത്തപ്പെടുന്ന ഈ ദിവ്യകാരുണ്യം. കാരുണ്യമേ, ആനന്ദമേ, ദിവ്യകൂദാ